നമസ്കാരം. ഒറ്റൊന്നിനെയും വിടരുത്, ആക്രമികളെ ഉടൻ പിടികൂടുക. കടുപ്പിച്ച തീരുമാനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആക്രമികളെ ഉടൻ പിടികൂടി അവർക്ക് എത്രയും പെട്ടെന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വ്യക്തമാകുന്നത് ആക്രമികളെ ഉടൻ പിടികൂടി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക, നഷ്ടപരിഹാരം നൽകാൻ സാധിച്ചില്ലെങ്കിൽ സ്വത്തുവകകളിൽ നിന്ന് ഈടാക്കുക എന്ന നിലപാടുമായിട്ടാണ് കേരള പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കടുപ്പിച്ച തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിന് പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ആക്രമവുമായി ഇനി മുതിരാനുള്ള സംഘപരിവാർ നീക്കത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി നൽകാനാണ്. അതായത് അണിയറയിൽ മുഖ്യമന്ത്രിക്ക് നേരെയും സർക്കാരിനെതിരെയും കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംഘപരിവാർ ആക്രമകാരികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകിയില്ലെങ്കിൽ അവർ വീണ്ടും പ്രേരണയോടുകൂടി ആക്രമണത്തിന് മുതിരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ നടപടികൾ കൈക്കൊണ്ട് വ്യക്തമായിട്ടുള്ള നിയമ നടപടികൾ ചെയ്തുകൊണ്ട് ആക്രമികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് സാധിച്ചാൽ, കൃത്യമായിട്ടുള്ള നിലപാടുമായി പോലീസ് മുന്നോട്ട് പോയാൽ ഇനിയുള്ള ആക്രമണങ്ങൾക്ക് ഒരു അയവ് സംഭവിക്കുമെന്നുള്ളതാണ് കണക്കുകൂട്ടലുകൾ. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുപ്പിച്ച തീരുമാനവുമായി ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കർക്കശ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ആക്രമണമുണ്ടാക്കിയവരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ആക്രമകാരികളെ പിടികൂടി നിയമത്തിന്റെ മുന്നിലെത്തിക്കാനുള്ള എല്ലാവിധ ശ്രമവും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്നാഥ് ബെഹ്റയോട് പറഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആക്രമകാരികൾക്ക് അയവ് വരുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറിച്ച് ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ച് കേന്ദ്രത്തിൽ നിന്ന് നേതാക്കന്മാരെ കൊണ്ടുവന്ന് വീണ്ടും ശബരിമല വിഷയം ചൂടുപിടിപ്പിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അയവ് വരുത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.